ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെയും ബോഡി മദ്രസയുടെ കീഴിലുള്ള 4ാം ക്ലാസ്സിലെയും അഹ്കാമു തജ്വീദിലെ അദ്ദറസു സാലിസ് 3ാമത്തെ പാഠം ഇഖ്ഫാഉൽ മീമി സാക്കിന. ഇഖ്ഫാഉൽ മീമി, സാക്കിനായ മീമ് കൊണ്ട് ഇഖ്ഫാവ് വരുന്നത്, സാക്കിനായ മീമ് കൊണ്ട് ഇഖ്ഫാവ് വരുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ പാഠത്ത് പറയുന്നത്. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ നമ്മൾ 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി നമ്മൾ സാക്കിനായ മീമിൻ്റെ വിധികളാണ്. അപ്പോൾ അതിൽ ഇഖ്ഫാഇൻ്റെതാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. ഇദ്ഗാമിൻ്റെതും ഇൽഹാറിൻ്റെതൊക്കെ മറ്റു പാഠങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഇഖ്ഫാഉം മീമി നമ്മൾ കഴിഞ്ഞ പാഠത്ത് പഠിച്ചിരുന്നു. സാക്കിനായ മീമിൻ്റെ വിധികൾ അഹ്കാമും മീമി സാക്കിന. സാക്കിനായ മീമിന് 3 വിധികളാണ്. സാക്കിനായ മീമിന് 3 വിധികളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ പാഠത്തിൽ. ഇദ്ഗാം, ഇഖ്ഫാ, ഇൽഹാർ, ഇങ്ങനെ 3 വിധികളാണ്. മീമിന് ശേഷം മീമ് വന്നാൽ മീമിനെ ഇദ്ഗാം ചെയ്യണം. മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ഇഖ്ഫാ ചെയ്യണം. ബാക്കി അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കടുത്തത് ഇഖ്ഫാഇനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ കുറച്ച് ആയത്തുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ സാക്കിനായ മീമിൻ്റെ ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരങ്ങൾ വന്നത് മനസ്സിലാക്കണം. അപ്പോൾ ഇഖ്ഫാഇൻ്റെ അക്ഷരം എന്ന് പറഞ്ഞാൽ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാലാണ്. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാലാണ് ഇഖ്ഫാ. നമ്മൾ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധിയിൽ ഇഖ്ഫാഇന് 15 അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഖ്ഫാ മീമിൻ്റെ ശേഷം ഇഖ്ഫാ ബാ വന്നാലാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇക്ലാബാണ് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം ബാ വന്നാൽ. അപ്പോൾ ഇവിടെ ഇഖ്ഫാ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഉദാഹരണങ്ങൾ നോക്കിയിട്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. സാക്കിനായ മീമിന് ശേഷം ബാ വന്നത് ഇവിടെ മനസ്സിലാക്കുക. പിന്നെ ഇവിടെയും വരുന്നുണ്ട്, മനസ്സിലാക്കുക. അടുത്ത ആയത്തിൽ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബ ആണ്. അപ്പോൾ ഇവിടെ ഫ, സാക്കിനായ മീമ് സുക്കൂനുള്ള മീമ് തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഇങ്ങനെയും വരാം സുക്കൂനുള്ള മീമും വരാം. അപ്പോൾ അതാണ് സാക്കിനായ മീമ്. അപ്പോൾ ഇവിടെ ബ. പിന്നെ ഇവിടെ ഐനാണ്. അപ്പോൾ അവിടെയൊക്കെ ഇൽഹാറാണ്. അപ്പോൾ നമുക്ക് ഇൽഹാറിൻ്റെ പാഠത്തിൽ പറയാം. ഇവിടെ ഉദാഹരണം തന്നതിൽ നോക്കുക. മീമിന് ശേഷം ബ വന്നു, ഇതിൽ മീമിന് ശേഷം ബ വന്നു, ഇവിടെയും മീമിന് ശേഷം ബ വന്നു. അപ്പോൾ ഇതൊക്കെ ഇഖ്ഫാ ചെയ്യുന്ന രീതിയിൽ നന്നായി ഓതി മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ വരിക. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കലാണ്. ഇവിടെ മീമിന് ശേഷം ബ വന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. ഇവിടെയും മീമിന് ശേഷം ബ വന്നു. അപ്പോൾ ഉദാഹരണങ്ങളൊക്കെ എഴുതാൻ പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. എന്താ ഇവിടെ പറയുന്നത്? മുകളിൽ കൊടുത്ത ആയത്തുകൾ ശ്രദ്ധിച്ചില്ലേ? സാക്കിനായ മീമിനു ശേഷം ബാ വന്ന സ്ഥലങ്ങളിൽ മീമിനെ ഇഖ്ഫാ ചെയ്താണ് നാം ഓതിയത്. പരിശുദ്ധ ഖുർആനിൽ ഇതുപോലെ സാക്കിനായ മീമിനു ശേഷം ബാ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇഖ്ഫാ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. സാക്കിനായ മീമിനു ശേഷം ബാ വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇഖ്ഫാ ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അതാണ് നമ്മൾ ഈ പാഠത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ദഫ്തർ തോലിബ് നോക്കിയിട്ട് തദ്രിബാത്ത് വേണം. പിന്നെ ഇവിടെ നമുക്ക് ഖിറാഅത്ത് ഓതാനുള്ളത് ഏതാ പറയുന്നത്? സൂറത്തുൽ ലുഖ്മാൻ, പിന്നെ സജദ. അതിൽ അഹ്കാമു മീമി സാക്കിനയുടെ വിധികളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓതാനാണ്. പിന്നെ നഹ്ഫദുൽ അവയില സൂറത്തുൽ ബഖറ വൽ അദ്കാർ. സൂറത്തുൽ ബഖറയിൽ നിന്ന് നമുക്ക് ഹദ്ദാദിൽ വരുന്ന ഫസ്റ്റത്തെ കുറച്ച് ആയത്തുകളുണ്ട്. അപ്പം അത് മനപ്പാടാക്കാനാണ് ഇവിടെ പറയുന്നത്. അദ്കാറുകളായിട്ട് നമ്മൾ പഠിച്ചത് നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ, നിസ്കാരത്തിലെ ദുആകൾ, ദിക്റുകൾ, അതൊക്കെയാണ്. അപ്പോൾ അത് തജ്വീദുൽ ഖുർആനിൻ്റെ അവസാനത്തെ ഭാഗത്ത് നിങ്ങൾക്കുണ്ടാവും പഠിക്കാൻ എന്തൊക്കെയാണ് ഹിഫ്ലിന് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത് നോക്കിയിട്ട് ആ ഭാഗത്തുള്ള അദ്കാറുകളും ഒക്കെ നന്നായി പഠിക്കാം. ഇഖ്ഫാഉം മീമി സാക്കിന എന്ന പാഠത്തിൻ്റെ തദ്രിബാത്തിൽ നമുക്ക് എന്താണ് നെസിൽ യോജിച്ച് ചേർക്കാനാണ് വന്നത്. അപ്പോൾ ഇവിടെ
നമുക്ക് ഇഖ്ഫാഉം മീമി സാക്കിന വന്നിട്ടുണ്ട്. ഇഖ്ഫാഉം നൂന് സാക്കിനയെയും കുറിച്ചിട്ട് നമുക്ക് ഇതിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇഖ്ഫാഉ മീമി സാക്കിന, സാക്കിനായ മീമ് കൊണ്ട് ഇഖ്ഫാ ആയത്, അതായത് മീമിൻ്റെ ശേഷം നമ്മൾ ബാ വരണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്കിതാ വജസാഹും ബിമാ സബറു, മീമിന് ശേഷം ബാ വന്നത്. അപ്പോൾ അതിൻ്റെ ബി നമുക്ക് എഴുതി കൊടുക്കാം. അടുത്ത ഇഖ്ഫാഉ നൂനി സാക്കിന, സാക്കിനായ നൂന് കൊണ്ട് ഇഖ്ഫാ ആയത്. സാക്കിനായ നൂനിന് ശേഷം നമ്മൾ 15 അക്ഷരങ്ങൾ ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നൂനിൻ്റെ ശേഷം വന്നത് ഇതാ മിൻ സൽസാലി, നൂനിന് ശേഷം സ്വാദ് വന്നത്. അപ്പോൾ അതിൻ്റെ ഡി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. പിന്നെന്താണ് ഇൽഹാറു നൂനി സാക്കിന, സാക്കിനായ നൂന് കൊണ്ട് ഇൽഹാർ വന്നതാണ്. സാക്കിനായ നൂനിൻ്റെ ഇൽഹാർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അംസ ഹ ഐന് ഹ ഐന് ഹ, ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൻ ആമന, മൻ ആമന ഇതാ നൂനിന് ശേഷം അംസ വന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് അവിടെയൊക്കെ എഴുതി കൊടുക്കാം. പിന്നെന്താണ് ഇദ്ആമുൻ നൂനി സാക്കിന, സാക്കിനായ നൂന് കൊണ്ട് ഇദ്ആം വന്നത്, സാക്കിനായ നൂന് കൊണ്ട് ഇദ്ആം വന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് മിമ്മ നൂനിന് ശേഷം ഇദ്ആം ബ്യോന്നയുടെ അക്ഷരമായ മീമ് വന്നിട്ടുണ്ട് അല്ലേ. നൂനിന് ശേഷം മീമ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സാക്കിനായ നൂനിൻ്റെയും സാക്കിനായ മീമിൻ്റെയും വിധികൾ നമ്മൾ ഇതിലൂടെ നമുക്കിവിടെ അടയാളപ്പെടുത്തി. ഇനി അടുത്ത ചോദ്യം എന്താ വന്നത്, സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്യണം എപ്പോൾ എന്നാണ്. നമ്മൾ പാഠത്തിൽ പഠിച്ചത് സാക്കിനായ മീമിൻ്റെതായിരുന്നു. ഇനി ചോദ്യം മാറിയതാണോ, നമുക്ക് മുന്നേ പഠിച്ചതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി വന്നതാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ എന്താ സാക്കിനായ നൂനിനെ ഇഖ്ഫാ ചെയ്യണം എപ്പോൾ എന്നതിൻ്റെ ആൻസർ നമുക്കിവിടെ മനസ്സിലാക്കി എഴുതാം. 3ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം 15 ഹർഫുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നീ അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ നൂനിനെയും തൻവീനെയും ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ആൻസറിൽ തൻവീന് എന്നത് ഒഴിവാക്കിയിട്ട് സാക്കിനായ നൂനിൻ്റെ ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ ആ നൂനിനെ ഇഖ്ഫാ ചെയ്യണം. ഇവിടെ തൻവീന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ആൻസർ എഴുതട്ടാ. അപ്പം നമുക്കിത് സാക്കിനായ മീമിനെ ഇഖ്ഫാ ചെയ്യണം എപ്പോൾ എന്ന ചോദ്യമാണെങ്കിൽ എന്താ ആൻസർ ചെയ്താ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, സാക്കിനായ മീമിന് ശേഷം ബാ വന്ന സ്ഥലങ്ങളിൽ മീമിനെ ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. സാക്കിനായ മീമിന് ശേഷം ബാ വന്നാലാണ് മീമിനെ ഇഖ്ഫാ ചെയ്യേണ്ടത്. അപ്പോൾ സാക്കിനായ നൂനിൻ്റെതും സാക്കിനായ മീമിൻ്റെതും എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. ഇനി തൻവീനിൻ്റെ വരുന്നുണ്ട് അല്ലേ, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നൂനിൻ്റെ പോലെ തന്നെയാണ്. നൂനിന് ശേഷം വന്നതുപോലെ തൻവീനിന് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വന്നാൽ അവിടെ ഇഖ്ഫാ ചെയ്യണം. ഇവിടെ മീമിന് ഒരക്ഷരം മാത്രമേ ഉള്ളൂ, മീമിന് ശേഷം ബാ വന്നാലാണ്. അപ്പോൾ അതെന്തായാലും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് 3ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ. അപ്പോൾ അവിടെ അത് മാത്രം മനസ്സിലാക്കുക. പിന്നെ ഉദാഹരണങ്ങൾ വരുമ്പോൾ മീമിന് ശേഷം ബാ വരുന്നത് നന്നായി മനസ്സിലാക്കുക. അതാണ് ഇതിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കേണ്ടത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.